ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ പഴയൊരു റബ്ബർ റോളറിന് എങ്ങനെയാണ് ഒരു മോട്ടർ സെറ്റ് ചെയ്യുക എന്നതിനെക്കുറിച്ചാണ്. അതിനുവേണ്ടി ആദ്യം തന്നെ ഈ ഒരു വീലിന് നമ്മളൊരു ബെൽറ്റ് സെറ്റ് ചെയ്യാനുണ്ട്. ബെൽറ്റ് സെറ്റ് ചെയ്യണമെങ്കിൽ ലൈത്തിൽ കൊണ്ടുപോയി ഒരു കുഴി എടുക്കാനുണ്ട്. ഈ വീലിപ്പോൾ ലൈത്തിൽ കൊണ്ടുപോയി ബെൽറ്റ് ഇടാനുള്ള കുഴി എടുത്തു. അതുമാത്രമല്ല, ഈ വീലിൻ്റെ ഹാൻഡിലിന് നട്ടും ബോൾട്ടും ടൈപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ബെൽറ്റ് ഇടുന്ന സമയത്ത് നമുക്കത് ഊരി വെക്കാനും കറണ്ട് ഇല്ലാത്ത സമയത്ത് നമുക്കത് ഫിറ്റ് ചെയ്യാനും വേണ്ടിയാണ് അതുപോലെ ചെയ്യുന്നത്. ഈ റബ്ബർ റോളറിന് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരു HP മോട്ടറാണ്. ഇതിൻ്റെ ഷാഫ്റ്റിന് ഒരു പുള്ളി ഘടിപ്പിക്കാനുണ്ട്. അത് ലൈത്തിൽ കൊണ്ടുപോയി ഘടിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ബെൽറ്റ് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മോട്ടർ നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലുള്ള ഒരു ക്ലാമ്പ് നമുക്ക് ആവശ്യമുണ്ട്. അഡ്ജസ്റ്റബിൾ ക്ലാമ്പാണിത്. ഇത് റെഡിമെയ്ഡ് മേടിക്കാൻ കിട്ടും. ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ മോട്ടർ സെറ്റ് ചെയ്യുന്നത്. ക്ലാമ്പ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ ബോൾട്ട് നമുക്കൊന്ന് ലൂസാക്കാം. അതിനുശേഷം ഇവിടെ ഈ ക്ലാമ്പ് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ക്ലാമ്പിൻ്റെ മുകളിലേക്ക് ഈ മോട്ടർ സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സാധാരണ സിംഗിൾ റോളറിൽ 1/2 HP മോട്ടറാണ് ഫിറ്റ് ചെയ്യുക. ഇവിടെ അത് നമുക്ക് പറ്റില്ല. ഇവിടെ ഇപ്പോൾ സിംഗിൾ റോളറിൽ തന്നെ 2 അച്ചും വരുന്നത് കൊണ്ട് 1/2 HP മോട്ടർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. 1 HP മോട്ടർ തന്നെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യണം. ഇതുപോലെ വീല് സെറ്റ് ചെയ്തതിന് ശേഷം മെഷീനിൻ്റെ പുള്ളിയിൽ നിന്നും വീലിൻ്റെ കുഴിയിലേക്ക് ഒരു ചരട് ഇതുപോലെ കെട്ടി ഉറപ്പിക്കുക. അതിനുശേഷം എത്രയാണോ ഇതിൻ്റെ അളവ് അതിന് അനുസരിച്ചിട്ടുള്ള ബെൽറ്റ് വേണം നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ. എനിക്കിവിടെ ആവശ്യമായത് 76 ഇഞ്ച് നീളമുള്ള ഒരു ബെൽറ്റാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഓരോ മോട്ടറിനും ഓരോ രീതിയിലായിരിക്കും ബെൽറ്റ് ആവശ്യം വരുന്നത്. ചരട് കെട്ടിയതിന് ശേഷം ഇതുപോലെ വീലും പുള്ളിയും തമ്മിൽ ലെവൽ ഉണ്ടോ എന്നറിയണം. ലെവൽ ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ ഈ പുള്ളിയുടെ അടുത്ത് ഒരു നട്ട് ഉണ്ട്. അത് ലൂസാക്കി അത് കുറച്ച് അകത്തേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ലെവൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ബെൽറ്റ് ഫിറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇതിൻ്റെ ബെൽറ്റ് ടൈറ്റാക്കുന്ന രീതി എന്ന് വെച്ചാൽ ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ബോൾട്ട് ഇടണം. അത് ടൈറ്റാക്കുന്നതിന് അനുസരിച്ച് മോട്ടർ പൊങ്ങുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് നമുക്ക് ബെൽറ്റ് ടൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. 1 ഇഞ്ച് 2 ഇഞ്ച് കൂടുതലുള്ള ബെൽറ്റൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ആക്കി ടൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു മോട്ടർ 1 HP മോട്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ബോൾട്ട് ഇടാൻ പറ്റുന്നില്ല. അതിനുവേണ്ടി എക്സ്ട്രാ ഒരു കുഴി ഇപ്പുറത്ത് എടുത്തിട്ടുണ്ട്. അതിലേക്കാണ് ഞാൻ ബോൾട്ട് സെറ്റ് ചെയ്യുന്നത്. ഈ ക്ലാമ്പിന് ഇപ്പോൾ ചെറിയൊരു പീസ് എക്സ്ട്രാ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അതുകൂടാതെ ഇതിൻ്റെ അഡ്ജസ്റ്റബിൾ ബോൾട്ട് ഇവിടെ നിന്ന് ഇവിടത്തേക്ക് ചേഞ്ച് ആക്കി ഇവിടെ ടച്ചാകുമ്പോൾ മുകളിലേക്ക് പൊങ്ങുന്ന പോലെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് ഫിറ്റാക്കി നോക്കാം.
ഇതിപ്പോൾ ബെൽറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം കറക്കി നോക്കുന്ന സമയത്ത് ബെൽറ്റ് ഇതിൽ നിന്ന് ഊരിപ്പോകുന്നുണ്ട്. ഇതിപ്പോൾ ബെൽറ്റ് ഇടുന്ന സമയത്ത് ചെറിയൊരു ക്രോസ് ഇല്ലത് കൊണ്ടാണ് അങ്ങനെ ഊരിപ്പോകുന്നത്. ഈ മോട്ടറിൻ്റെ പുള്ളി മാക്സിമം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. ഇനി അഡ്ജസ്റ്റബിൾ ഇതില്ല. ഇങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും ഒരേ ലെവലിൽ ഇല്ല എന്ന്. പഴയൊരു റബ്ബർ റോളർ ആയതുകൊണ്ട് തന്നെ റെഡിമെയ്ഡ് ക്ലാമ്പ് കറക്റ്റായി സൂട്ടാവണം എന്നില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്തത് അത് കട്ട് ചെയ്ത് ഒന്നും കൂടി ഒരല്പം നീക്കി വെൽഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഇപ്പോൾ കറക്കുന്ന സമയത്ത് ബെൽറ്റൊന്നും തെന്നിപ്പോകുന്നില്ല. ഇതിൻ്റെ സ്വിച്ച് മോട്ടറിൻ്റെ അടുത്ത് തന്നെയാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്, പെട്ടെന്ന് ഓണാക്കാനും ഓഫാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി.